നമ്മളിവിടെ യു എയിൽ ഈ പോസ്റ്റ് നേറ്റൽ കെയറിൻ്റെയൊക്കെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ലേഡീസും വർക്ക് ചെയ്യുന്നവരും വേറെ മൂത്ത കുട്ടികളുള്ളവരും ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്ന കെയറാണ് പ്രോപ്പറായിട്ട് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കെയർ ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്: മേക്ക് യുവർ സെൽഫ് എ പ്രയോറിറ്റി. ഇപ്പോൾ പോസ്റ്റ് നേറ്റൽ കെയറിൽ നമ്മളിവിടെ ഉഴിച്ചിൽ, കിഴി, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ടൊരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന 1-2 മണിക്കൂറായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നന്നായി ഒന്ന് റിലാക്സ് ചെയ്യുന്നത്. ഈ റിലാക്സേഷൻ തന്നെയാണ് നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ബ്ലൂ ഇങ്ങനെയുള്ള ഇതിന്നൊക്കെ ഒരു പരിധി വരെ റിക്കവർ ചെയ്യാനും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഫിസിക്കൽ ഹെൽത്ത് റീഗെയിൻ ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഈ ഒരു വാക്ക് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ ശരിക്കും ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കാര്യം നമ്മൾ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഫീലിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രസവം കഴിയുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് ഫലപ്രദമായ ചികിത്സ ആയുർവേദത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് എന്നോട് സംസാരിക്കുന്നത് ഡോക്ടർ സുമിയാണ്. ഇപ്പോൾ പോസ്റ്റ് നേറ്റൽ കെയർ നമ്മൾ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആയുർവേദ ഉഴിച്ചിലുണ്ടാവും. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓയിൽസ് അവരുടെ സ്കിന്നും കണ്ടീഷൻസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. പിന്നെ അതുപോലെ ജസ്റ്റ് ഇലക്കിഴി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വേദുകുളി, അങ്ങനത്തെ ടമ്മി ബാൻഡേജ്, അതൊക്കെയാണ് നമ്മൾ ഉണ്ടാവുക. ഇത് ചെയ്യുന്നത് ഓരോ അവസ്ഥയും നോക്കിയിട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അവർ പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ പഴയ പോലെ നടന്നൊക്കെ തുടങ്ങും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല, അതെപ്പോൾ അറിയില്ല, കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ബാക്ക് പെയിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അല്ലേ? അതെ അതെ. ഇപ്പൊ നോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 45 ഡേയ്സ് ആ ഒരു സമയമൊക്കെ തന്നെ നമ്മൾ കൂടുതലും ഇരിക്കുക. ഇപ്പൊ നമ്മൾ എത്ര കിടക്കണം എന്ന് വിചാരിച്ചാലും അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല അല്ലേ? കുട്ടികളെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പക്ഷെ പറ്റുന്ന സമയത്തൊന്നും കിടന്നാൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ബോഡി വീക്കായിരിക്കും. നമ്മളൊക്കെ പുതിയ ജനറേഷൻ ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഒരു ഇറിറ്റേഷനും സ്ട്രെസ്സും എല്ലാം കൂടി വരും, തോന്നാറുണ്ട് അല്ലേ? പക്ഷെ അത് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ കുട്ടികൾക്ക് ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ, അസിഡിറ്റി, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കഴിക്കുന്ന ഭക്ഷണത്തിന് ഇതിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. എരിവ്, പുളി, മസാല ഇതൊക്കെ പരമാവധി കുറച്ച് ഉപയോഗിക്കണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ പാലുണ്ടാവാൻ തരത്തിലുള്ള ഭക്ഷണ രീതികളിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് മാത്രമല്ല ജനിക്കുന്നത്, ഒരു അമ്മയും കൂടെ ജനിക്കുകയാണ് അവിടെ അല്ലെ? അപ്പൊ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ, കുഞ്ഞിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതേപോലെ, അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ അമ്മയും കെയർ ചെയ്താൽ മാത്രമേ ആ ഒരു ബാലൻസ് ചെയ്തത് പോവുള്ളൂ. അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ആ പേഷ്യൻ്റ് അല്ല, ആ അമ്മ, ആ കുഞ്ഞ് എങ്ങനെയാണ് അവരുടെ ആരോഗ്യാവസ്ഥ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത്തരം ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും അവർ നിർദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഓക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ്, ചിലർ ഡെലിവറിക്ക് മുന്നേ വിളിച്ചു ചോദിക്കാറുണ്ട്, അച്ഛനമ്മയും വരുന്നുണ്ട് നാട്ടിൽ നിന്ന്, എന്തൊക്കെ മെഡിസിൻസ് കൊണ്ടുവരണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും മെഡിസിൻസ് ഒരുപോലെയല്ല. ദയവായി അത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആയുർവേദം ചെയ്തിട്ട് അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായ ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അല്ലേ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഓവർ നറിഷ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ തടി കൂടുതൽ, ഇതൊക്കെ വല്ലാതെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലേ? അപ്പോൾ ജസ്റ്റ് ഡെലിവറി കഴിയുമ്പോഴേക്കും നേന്ത്രപ്പഴം പുഴുങ്ങി, മുട്ട പുഴുങ്ങി, പാല്, അതിൻ്റെ കൂടെ പൂക്കുല രസായനം, അജമാംസ രസായനം, അശ്വഗന്ധ രസായനം, ഇങ്ങനെ എല്ലാം കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് കൊളസ്ട്രോള്, ഷുഗർ ഇതൊക്കെ ആയി ഇവരൊരു രോഗിയായി മാറുകയാണ്. പിന്നെ ഇത്രയും ഗെയിൻ ചെയ്ത വെയിറ്റ് കുറയ്ക്കാൻ എന്നുള്ളത് അത് അടുത്ത ടാസ്ക്. മെന്റലി തന്നെ ഒരു പ്രശ്നമാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർ ആ ഒരു വെയിറ്റ് നിന്ന് ഓക്കെ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഓക്കെ വെയിറ്റ് കുറയ്ക്കാന്ന് ആലോചിക്കുമ്പോഴേക്കും അടുത്ത കൺസെപ്ഷൻ ഉണ്ടാവുക. അങ്ങനെ ഒരു 2 ഡെലിവറിയും കൂടി കഴിയുമ്പോഴേക്കും ഈ സ്ത്രീകൾ പെർമനൻ്റ് ആയിട്ട് തടിയുള്ളവരായി മാറി. പണ്ട് മെലിഞ്ഞിരുന്നവരാണ് ഇപ്പോൾ തടിയുള്ളവരായി മാറി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിലേക്കൊന്നും പോകണ്ട. 2 കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ വഴിക്ക് ഡയറ്റ് ചെയ്യണവരുണ്ട്. അത് ഞാൻ തീരെ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലുകളിൽ നിന്ന് ഡ്രെയിനായി പോകും.
അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ 1.5 ഇയർ പ്രോപ്പറായി ഡയറ്റ് വലിച്ചു വാരി കഴിക്കുകയല്ല, പ്രോപ്പർ ഡയറ്റ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് എപ്പോഴും നല്ലത്. അതുപോലെ ഈ ആയുർവേദ മരുന്നുകളാണെങ്കിൽ പോലും ഈ ലേഹ്യം, നെയ്യ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിച്ചു വാരി കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ വളരെ നോർമലായിട്ട് നമ്മൾ കൊടുക്കാറ് ഒരു അരിഷ്ടം, ഒരു കഷായം കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 45 ഡേയ്സ് കഴിഞ്ഞാൽ പൂക്കുല രസായനമൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇടുപ്പ് ബലത്തിന്, ബാക്ക് പെയിൻ ഉണ്ടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. പൂക്കുല രസായനമൊക്കെ പാലുണ്ടാവാനൊക്കെയും നല്ലതാണ്. ഇപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി നമ്മൾ നാട്ടിൽ കൊടുക്കുന്ന മുക്കുടി അല്ലെങ്കിൽ അങ്ങനത്തെ മരുന്ന് കഞ്ഞി അതൊന്നും ശരിക്കും ഒരു 15 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഓൾറെഡി അവർ ഗൈനക്കിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മെഡിസിൻസ്, ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും എപ്പിസിയോട്ടമി ഉണ്ടായിരിക്കും, അതിൽ സ്റ്റിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഹീൽ ചെയ്യാൻ ആൻറ്റിബയോട്ടിക്സ് ഓൾറെഡി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു ഫേസ് കഴിഞ്ഞിട്ട് അടുത്ത ഫേസിലുള്ള മെഡിസിൻ എന്താണെന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. ആദ്യം ഈ യൂട്രൈൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന, ഇപ്പോൾ ചില ഓരോ പ്രാദേശികമായിട്ടാണ് ഈ പോസ്റ്റ്നേറ്റൽ കെയർ വളരെ ഇതായിട്ട് പോകുന്നത്. അപ്പോൾ തിപ്പലി കഷായം അല്ലെങ്കിൽ അങ്ങാടി കഷായം അങ്ങനത്തെ ഉള്ള മരുന്നുകളൊന്നും യൂട്രൈൻ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഓരോ അവസ്ഥയും നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് മിക്കവാറും ബാക്ക് പെയിൻ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഇരുന്നിട്ടാണ് കൂടുതലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനൊക്കെ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ്നേറ്റൽ കെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഇത് ആയുർമനയുടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിലിക്കൺ ഒയാസിസിൽ ഔട്ട്ലെറ്റിലാണ്. ഇവർക്ക് ഷാർജയിലും ഉണ്ട്, അജ്മാനിലും ഉണ്ട്.